സ്പോട്ട് ലൈവ് തുടരുന്നു. ADGPയുടെ മൊഴിയെടുപ്പിൽ RSS കൂടിക്കാഴ്ച ചോദിച്ചില്ല. PV അൻവർ നൽകിയ പരാതി കേന്ദ്രീകരിച്ചായിരുന്നു മൊഴിയെടുപ്പെന്നും അൻവറിന്റെ പരാതിയിൽ RSS കൂടിക്കാഴ്ച ഉന്നയിക്കുന്നില്ല എന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ വിശദീകരണം. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയെന്ന ആക്ഷേപത്തിൽ മൊഴി രേഖപ്പെടുത്തി. RSS കൂടിക്കാഴ്ചയിലടക്കം വീണ്ടും അജിത് കുമാറിന്റെ മൊഴിയെടുത്തേക്കും. PV അൻവറിന് പിന്നിൽ ബാഹ്യശക്തികളെന്നാണ് ADGP MR അജിത് കുമാർ മൊഴി നൽകിയത്. VV വിനോദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിനോദ്, ഇന്നലെ ഏകദേശം ഒരു 4 മണിക്കൂറോളം ADGP MR അജിത് കുമാറിൽ നിന്നും മൊഴിയെടുത്തിരുന്നു. പക്ഷെ അവിടെ ഈ RSS കൂടിക്കാഴ്ച ചോദിച്ചില്ല എന്ന് പറയുന്നു. മറ്റ് ഈ PV അൻവർ ഉന്നയിച്ച മറ്റു വിഷയങ്ങൾ, തൃശൂർ പൂരമടക്കം, പൂരം അലങ്കോലപ്പെടുത്തിയത്, ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായിട്ടുള്ള ഇടപാടുകൾ, അതോടൊപ്പം ഈ സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഈ സ്വപ്ന സുരേഷിനെ അടക്കം നാടുവിടാൻ സഹായിച്ച ഈ വിഷയങ്ങളടക്കം ചോദിച്ചറിഞ്ഞിട്ടുണ്ടോ? എന്താണ് അജിത് കുമാർ ഈ വിഷയങ്ങളടക്കം മൊഴി നൽകിയിരിക്കുന്നത്? വിനോദ്. ടോം, ഈ മൊഴിയെടുപ്പിൽ പ്രധാനമായും PV അൻവർ നൽകിയിട്ടുള്ള പരാതിയാണ്. ആ പരാതി അന്വേഷിക്കുന്നതിനാണ് നേരത്തെ 5 അംഗ സംഘത്തിന് രൂപീകരിച്ചത്. അതിൽ DGPയുടെ നേതൃത്വത്തിലായിരുന്നു ഈ സംഘമുള്ളത്. കഴിഞ്ഞ ദിവസം DGPക്ക് മുന്നിലാണ് മൊഴി നൽകിയതും. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് PV അൻവർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരം പുറത്തു വന്നത് തന്നെയാണ്. അത് സർക്കാരിനും CPM-നും സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി ചെറുതല്ല. മാത്രമല്ല, ഈ പരാതി ഉയർന്നു വരുന്നത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കേന്ദ്രത്തിൽ നിന്നോ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നോ അല്ല. ഒരു ഭരണപക്ഷ MLA തന്നെ ഈ കാര്യം വെളിപ്പെടുത്തുകയും അതിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിന് പിന്നിൽ ഇത്തരത്തിലുള്ള ഗൂഢാലോചനയാണ് എന്ന വാദം CPI-യും ഉയർത്തുന്നുണ്ട്. LDF-ലെ മറ്റ് ഘടകകക്ഷികളും അജിത് കുമാറിനെ മാറ്റി നിർത്തിയുള്ള അന്വേഷണം എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ പറഞ്ഞു വെച്ചത് LDF യോഗത്തിൽ. എന്നാൽ മുഖ്യമന്ത്രി ഇതിനൊരു വിശദീകരണം നൽകിയത്, ഇങ്ങനെ ഒരു പരാതി വരുമ്പോൾ അത് സ്വാഭാവികമായും അന്വേഷിക്കും. 1 മാസ സമയമാണ് നൽകിയിട്ടുള്ളത്. മാത്രമല്ല, തന്നെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾ ആ നിലയ്ക്ക്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ആരോപണങ്ങൾ അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങി കാര്യങ്ങൾ മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ അല്ലെങ്കിൽ LDF യോഗത്തിൽ വിശദീകരിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോഴത്തെ ഒരു സമവായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. LDF-ൽ മറ്റ് കക്ഷികളെല്ലാം തന്നെ ഒരു സമവായത്തിൻ്റെ പാതയിലേക്ക് ഈ ഒരു ഉറപ്പിന്മേലാണ് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം MR അജിത് കുമാർ നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നത് തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ട്, PV അൻവറിന് പിറകിൽ മറ്റ് ഗൂഢശക്തികളുണ്ട്, അതിൽ മയക്കുമരുന്ന് സംഘങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ഒരു മാഫിയ സംഘം PV അൻവറിന് പിന്നിലുണ്ട് എന്നാണ് MR അജിത് കുമാർ പറയുന്നത്. മാത്രവുമല്ല, ഒരു ഓൺലൈൻ ചാനൽ ഉടമയ്ക്കെതിരെ തീവ്രവാദ കേസ് എടുക്കുന്നതിന് തനിക്ക് മേലുള്ള ഒരു സമ്മർദ്ദമുണ്ടായിരുന്നു. അത് നമുക്കറിയാവുന്നതാണ്. ഒരു ഓൺലൈൻ ചാനൽ ഉടമയും അതോടൊപ്പം തന്നെ PV അൻവറും തമ്മിൽ കാലങ്ങളായി നിലനിന്ന ഒരു തർക്കം, അതിന് പിറകെ PV അൻവർ പല തെളിവുകൾ പുറത്തുവിട്ടിരുന്നു. ഇതിൽ തീവ്രവാദ കുറ്റം ചുമത്താൻ കഴിയുന്ന തരത്തിലുള്ള തെളിവുകൾ എന്ന തരത്തിലും PV അൻവർ ചില രേഖകൾ പുറത്തുവിട്ടു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള കേസ് എടുക്കണമെന്ന സമ്മർദ്ദമുണ്ടാവുകയും ചെയ്തു. അതിന് വഴങ്ങാത്തതിനാണ് തനിക്കെതിരെയുള്ള ഈ ഒരു ഗൂഢാലോചനയും തന്നെ അപകീർത്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമവും എന്ന ഒരു മൊഴിയാണ് DGPക്ക് അജിത് കുമാർ നൽകിയിട്ടുള്ളത്. അതേസമയം PV അൻവറും കഴിഞ്ഞ ദിവസം DGPയെ നേരിൽ കണ്ടു. അനധികൃത സ്വത്ത് സമ്പാദനത്തിൻ്റെ ആരോപണം നേരത്തെ ഉന്നയിച്ചിരുന്നതാണ്. അതിനപ്പുറത്തേക്ക് തീവ്രവാദ ബന്ധം, RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച, ഇക്കാര്യങ്ങളിൽ അന്വേഷണം വേണമെന്ന ആവശ്യം PV അൻവർ ഉന്നയിക്കുകയും ചെയ്തു. ഇതിനകം തന്നെ DGP വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പരാതിയിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. വിജിലൻസ് അന്വേഷണത്തിലുള്ള ശുപാർശ DGP സർക്കാരിന് കൈമാറി. ഇപ്പോൾ യോഗേഷ് ഗുപ്ത, അദ്ദേഹം വിജിലൻസ് ഡയറക്ടറാണ്, അവധിയിൽ പോയിരിക്കുകയാണ്. അദ്ദേഹം തിരിച്ചെത്തിയ ശേഷമായിരിക്കും ഈ വിജിലൻസ് അന്വേഷണത്തിൻ്റെ നടപടികൾ ആരംഭിക്കുക. കവടിയാറിൽ കൊട്ടാര സദൃശ്യമായ ഭവനം നിർമ്മിക്കുന്നതിന് അജിത് കുമാർ നടപടികൾ തുടങ്ങിയിരുന്നു. അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിരുന്നു. ഈ സാമ്പത്തിക ഉറവിടം എവിടെ നിന്നാണ്, MR അജിത് കുമാറിന് ഇത്രയും സാമ്പത്തിക ശേഷി എവിടെ നിന്ന് ഉണ്ടായി, ഇക്കാര്യങ്ങളെല്ലാം അന്വേഷിക്കണമെന്നാണ് PV അൻവറിൻ്റെ മറ്റൊരാവശ്യം. ഈ നിലയ്ക്ക് ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴും മുഖ്യമന്ത്രി ADGP ലോ ആൻഡ് ഓർഡർ സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ മാറ്റിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിന് തയ്യാറാകുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. അതിൽ PV അൻവർ അടക്കമുള്ളവർക്കുള്ള അല്ലെങ്കിൽ അതിനുള്ള ഒരു നീരസം നമുക്ക് പല ഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മാത്രമല്ല, P ശശിയിലേക്ക് ഒരിക്കൽ കൂടി തൻ്റെ ആരോപണത്തിൻ്റെ വിനോദ്, ഇത് MR അജിത് കുമാർ മൊഴി നൽകിയതുപോലെ വെറും ഒരു ബാഹ്യശക്തിയുടെ ഇടപെടൽ, അതല്ലെങ്കിൽ ഒരു വ്യക്തിവിരോധം, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു ക്രമസമാധാന ചുമതലയുള്ള
ADGPക്കെതിരെ ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുമോ? യാതൊരു തെളിവുമില്ലാതെ PV അൻവർ തന്നെ പറയുന്നുണ്ട് MR അജിത് കുമാറിനെതിരെ തന്റെ പക്കൽ തെളിവുണ്ട്. ഈ തെളിവുകളൊക്കെ ഈ അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ തെളിവുകൾ PV അൻവർ ഈ അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു നേരത്തെ മൊഴിയെടുക്കാൻ എത്തിയപ്പോൾ. മാത്രമല്ല ഈ MR അജിത് കുമാറിന്റെ ഈ മൊഴി പൂർണ്ണമായും ഈ അന്വേഷണ സംഘം വിശ്വാസത്തിലെടുക്കുന്നുമുണ്ടോ വിനോദ്? ഇതിൽ വിശദമായ ഒരു അന്വേഷണം ആവശ്യമുണ്ട്. കഴിഞ്ഞ ദിവസം മൊഴി നൽകുമ്പോൾ തന്നെ MR അജിത് കുമാർ മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് ഇതുവരെ നടത്തിയ സ്വർണ്ണവേട്ടയുടെ അങ്ങനെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണമൊക്കെ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും ക്രമക്കേടുണ്ടെങ്കിൽ പരിശോധിക്കണമെന്ന ആവശ്യം തന്നെയാണ് അദ്ദേഹം ഉന്നയിക്കുന്നതും. ഗുരുതരമായ ആരോപണം മന്ത്രിമാരുടെ അടക്കം ഫോൺ ചോർത്തലാണ്. പോലീസ് ഉദ്യോഗസ്ഥർ ചോർത്തി എന്ന ആരോപണമാണ് അൻവർ ഉന്നയിക്കുന്നത്. അത് സുജിത്ദാസും MR അജിത് കുമാറും ചേർന്ന് ഈ തരത്തിൽ ഫോൺ ചോർത്തി എന്ന കാര്യം. പക്ഷേ ഇതൊരു അഭ്യൂഹമാണ് എന്നാണ് സ്പീക്കർ ഷംസീർ തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഷംസീറിനെതിരെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് പിന്നാലെ അൻവർ ഇടുകയും ചെയ്തു. അതിൽ മിത്ത് അല്ല, അഭ്യൂഹമല്ല എന്ന ആദ്യ വരിയോടുകൂടി തന്നെയാണ് ആ പോസ്റ്റ് തുടങ്ങുന്നത്. അതായത് ഷംസീറിനെയും വിമർശിച്ചുകൊണ്ട് അൻവർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ പര്യാപ്തമായ തെളിവുകൾ ഇതുവരെ കൈമാറിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല. ഫോൺ ചോർത്തൽ അടക്കമുള്ള കാര്യങ്ങളിൽ തൻ്റെ കൈവശം തെളിവുകൾ ഉണ്ടെന്നാണ് അൻവർ ആവർത്തിച്ച് അവകാശപ്പെടുന്നത്. ഈ തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറേണ്ടതുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം MR അജിത് കുമാർ ഈ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യമേ ഇല്ല, തനിക്കെതിരെയുള്ള പ്രതികാരം അത് ഈ തരത്തിൽ പറഞ്ഞു തീർക്കുന്നു എന്ന ഒരു കാര്യമാണ് ADGP പറയുന്നത്. ഇതിലാണ് വിശദമായ അന്വേഷണം വേണ്ടത്. DGPയുടെ നേതൃത്വത്തിൽ IG ഉൾപ്പെടുന്ന സംഘം, സ്പർജൻ കുമാർ, അതോടൊപ്പം തന്നെ തൃശൂർ റേഞ്ച് DIG, SCRBയുടെ SP, ക്രൈംബ്രാഞ്ച് SP, ഇങ്ങനെ 5 ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഒരു പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. RSS നേതാക്കളുമായി ദത്താത്രേയയും അതോടൊപ്പം തന്നെ റാം മാധവുമായുള്ള കൂടിക്കാഴ്ചകൾ 10 ദിവസത്തെ ഇടവേളകളിലായിരുന്നു അജിത് കുമാറിൻ്റെ ഈ കൂടിക്കാഴ്ചകൾ. ഇത് സംബന്ധിച്ച പരാതിയും കഴിഞ്ഞ ദിവസം അൻവർ DGPക്ക് നൽകിയിരുന്നു. ഈ കാര്യവും പരിശോധിക്കും. ഇതിനുവേണ്ടി വീണ്ടും ഒരിക്കൽ കൂടി ADGPയുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെയാണ് സർക്കാരിന് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകുന്നത്. കാരണം അൻവർ നൽകിയ പരാതികൾ പരിശോധിക്കുന്നതിന് പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് അതിൻ്റെ നടപടികൾ മുന്നോട്ട് പോകുമ്പോഴാണ് RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുടെ വിവരം പുറത്തു വരുന്നത്. അത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചും സൃഷ്ടിക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. ടോം, വ്യക്തമാണ്. BV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. വിനോദ് സൂചിപ്പിച്ചതുപോലെ സർക്കാരിനെ സംബന്ധിച്ച് പ്രതിസന്ധിയിലാക്കുന്നത് ഭരണകക്ഷിയിൽ തന്നെ പെട്ട ഒരു MLA ഈ രീതിയിലൊരു പ്രധാനപ്പെട്ട സംസ്ഥാനത്ത് ഒരു പ്രധാന പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ആരോപണം ഉന്നയിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അടക്കം മുന്നണിയിലും വലിയ രീതിയിൽ മുറുമുറുപ്പുണ്ടാക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ MR അജിത് കുമാറിനെ ഇനിയും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് സംരക്ഷിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം വീണ്ടും ഉയരുന്നുമുണ്ട്. കൊച്ചിയിൽ സൈബർ തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതി പിടിയിൽ. ആ വാർത്തയിലേക്ക് എത്താം ഇടവേള കഴിഞ്ഞ്.